1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടക്കുന്നത്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് ഇവിടെ നാൽക്കാലികളെ വ്യാപാരം ചെയ്യുന്നവർക്ക്, അത് ഏത് രീതിയിലായിരുന്നാലും നാൽക്കാലികളെ വ്യാപാരം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കും വളരെ ഗുണമുള്ള ഒരു സമയമാണ്. അവർക്ക് ആ ബിസിനസ് വളരെയധികം വിപുലീകരിക്കുന്നതിനും പറ്റിയ ഒരു സമയമാണ്. അതുപോലെ മൃഗങ്ങളെ, അതായത് ഇറച്ചിക്ക് വേണ്ടി മൃഗങ്ങളെ വളർത്തുന്നവർക്കും അല്ലെങ്കിൽ കോഴി അങ്ങനെയൊക്കെയുള്ള പക്ഷികളെ വളർത്തുന്നവർക്കും ആ വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണിത്. അവർക്ക് അതിന് തുടക്കം കുറിക്കുന്നതിന് നല്ല സമയമാണ്. മോഷ്ടാക്കളെ കുറിച്ചുള്ള ഭയം മാറിക്കിട്ടുന്നു. ഒരിക്കൽ വീട്ടില് കള്ളന്മാര് കയറി എന്തെങ്കിലും അപകരിച്ചിട്ടുണ്ടെങ്കിലുള്ള ഭയം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. അതൊക്കെ ഇനി തൽക്കാലമായിട്ട് അതൊക്കെ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും ഓഫീസിൽ ചെന്നിരുന്നാലും വേഗം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണിത്. അതുപോലെ വീട്ടിലേക്ക് കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഉപകരണങ്ങൾ, വില കൂടിയ ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു ഭാഗ്യം ഈ സമയം നിങ്ങൾക്കുണ്ടാകുന്നു. ചിലർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോലിയെ കണ്ടുകിട്ടുവാനും അവർക്ക് ചിങ്ങമാസത്തിലേക്ക് കല്യാണ നിശ്ചയമോ അല്ലെങ്കിൽ കല്യാണമോ നടത്തുവാനായിട്ടും സാധിക്കുന്നു. അതുപോലെ ബുദ്ധിശക്തി നേർവഴിക്ക് വരുന്ന ഒരു സമയമായതിനാല് നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഏത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന് വേഗം സാധിക്കുന്നു, ബുദ്ധി നേരെയാകുന്നു, അതിനുള്ളൊരു സാമർഥ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ പല നല്ല രീതിയിൽ കൂടിയും ധനം ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ പൊതുപ്രവർത്തകർക്ക്, ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥാനക്കയറ്റം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടതലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തീയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ ഉണ്ടായ പൊള്ളൽ മൂലം ഉണ്ടായ കഷ്ടനഷ്ടങ്ങളെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിന് വേണ്ടുന്ന എല്ലാം റെഡിയാകുന്ന ഒരു സമയമാണ്. അതിനും അവർക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന വിദ്യാഭ്യാസ ലോണോ അല്ലെങ്കിൽ നല്ല മികച്ച വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളോ എല്ലാം മാറിക്കിട്ടിയ തുടർ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നു. അതുപോലെ ധനനഷ്ടം പല രീതിയിൽ ഉണ്ടായിരിക്കുന്ന ധനനഷ്ടങ്ങളും പാഴ്ചെലവുകളും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് അത് കുറയ്ക്കുന്നതിന് സാധിക്കുന്നു. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദരത്തിന് സംബന്ധിച്ച് ചില അസുഖങ്ങൾ വരാം. അതുപോലെ തന്നെ മക്കൾക്ക് ചില അസുഖങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സാഹസികത പ്രവർത്തനം നടത്തുന്നവർക്ക് ഈ ഒരു കാലഘട്ടം അത്ര യോജിച്ചതായി കാണുന്നില്ല. ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗ നിമിത്തം പല രീതിയിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങള് ഞാൻ വയസ്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വിഷജന്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വിഷവസ്തുക്കളിൽ നിന്നും കൂടിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല രീതിയിൽ നായിൽ നിന്നോ അല്ലെങ്കിൽ പൂച്ചയിൽ നിന്നോ ഒക്കെ കടികളേക്കാം, അല്ലെങ്കിൽ വിഷജന്തുക്കളിൽ നിന്ന് കടിയേക്കാം. മാത്രമല്ല കീടനാശിനി പോലുള്ള വിഷവസ്തുക്കൾ വളരെയധികം അകറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സമയം ഈ കുട്ടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാണുന്നത്. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രായത്തിൽ ആരംഭത്തിൽ തന്നെ വൈദ്യസഹായം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് ഇത് ഗുരുതരമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ നേരെ മാർഗത്തിൽ ധനം സമ്പാദിക്കാൻ സാധിക്കും. സന്തോഷകരമായ പലതും കുടുംബത്തിൽ നടക്കാം. അതുപോലെ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും തുടർന്നു പോകുന്നതിനും സാധിക്കുന്നു. പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും പുണ്യ ദേവാലയങ്ങളിൽ ദർശനം നടത്തുന്നതിനും ഇവർക്ക് ഈ സമയം ഭാഗ്യമുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചിലർക്ക് അന്യദേശവാസമാണ് കുടുംബസമേതം കാണുന്നത്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അവസരങ്ങളിൽ ചിലർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഒരു വിധത്തിൽ നല്ല കാലം എന്ന് പറയാനേ പറ്റൂ. വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. ചില അലർജികൾ ചിലർക്ക് വരുന്നതിന് സാധ്യതയുണ്ട്. അതായത് ത്വക്കിനും ചില പ്രോബ്ലങ്ങൾ വരാം. നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് പോയി സ്ഥിരതാമസമാക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട് ചിലർക്ക്. ഈ സമയം ചതി, വഞ്ചന എന്നിവകളിൽ പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതിന്റെ വീട്ടുകാർ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ്. ധനം, അതായത് പണമോ സ്വർണമോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ
ആർക്കും നിങ്ങൾ കടമായി കൊടുക്കരുത്. പണയം വയ്ക്കുന്നതിന് ഒരു കാര്യവശാലും കൊടുക്കരുത്. ഒരു ജാമ്യം നിൽക്കരുത്, ഗ്യാരണ്ടറായിട്ട് നിൽക്കല്. അതൊന്നും തിരിച്ചു കിട്ടുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ആ ഭൂസ്വത്തുക്കളും സ്വർണവും ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം അതിനെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ തുടർന്നു പോകുന്നതിന് വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു പഠിക്കുന്നതിന് അവർക്ക് സാധ്യതയുണ്ട്. കൃഷിഭൂമി ലഭിക്കുന്നതിന് ഈ ഇതിൽ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം, ജ്വരം പോലുള്ള പനി വരാം. എന്നാലും ചികിത്സ തേടിയാൽ അത് മാറിക്കിട്ടുന്നതാണ്. പ്രേമമുള്ളവർക്ക് ഈ കാലം പരാജയമാകാൻ സാധ്യത കാണുന്നുണ്ട്. അവിട്ടം അതിൽ 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി പുരോഗതി വരുന്ന ഒരു കാലഘട്ടമാണ്. ഉദ്യോഗസ്ഥർക്കും മറ്റു തൊഴിൽ ചെയ്യുന്നവർക്കും വ്യവസായം, വ്യാപാരം എന്നിവ നടത്തുന്നവർക്കും ഏറെ ഗുണകരമായ ഒരു കാലഘട്ടമാണിത്. സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകാം. മികച്ച സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. അന്യ ആൾക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായം ഇവർക്ക് ലഭിക്കാം, പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ ലഭിക്കാം. ഉദ്യോഗം ലഭിക്കുന്നതിനും അതിൽ കയറ്റം ലഭിക്കുന്നതിനൊക്കെ ഈ സമയം സാധ്യത കാണുന്നുണ്ട്. അതിനാൽ അതിലേക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് നല്ലതായിരിക്കും. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം ഈ സമയം ഉണ്ട്. ചിലർക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശല്യം ഉണ്ടായേക്കാം. സർക്കാർ ഭാഗത്തു നിന്നും അധികാരികളിൽ നിന്നും ചില ആനുകൂല്യങ്ങളും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഇവിടെ യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാകുന്നു ഈ സമയത്ത്. ചൂതുകളി വഴിയും അമിതമായ ലോട്ടറി ടിക്കറ്റ് വഴിയും മദ്യപാനം വഴിയും ചിലർ നശിക്കേണ്ട സാധ്യതയും കാണുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. കൃഷി മേഖലയിലുള്ളവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് സ്വന്തം നിലയ്ക്ക് ചേരാത്ത ആളുകളുമായി നിങ്ങൾ ഒരിക്കലും ഒരു വാക്ക് തർക്കത്തിനോ ഒന്നും പോകാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അത് പ്രതികരിക്കാതിരുന്നാൽ മാത്രം മതി. ചിലർ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. എന്നാലും സമ്പത്തിനും ഐശ്വര്യത്തിനും ഒരു കുറവ് വരുന്നില്ല. വാതരോഗം, ഉഷ്ണരോഗം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പിത്തരസവുമായിട്ട് ബന്ധമുള്ള പിത്തരസത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കൃഷിക്കാർക്ക് അധിക വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. മാതാപിതാക്കൾക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഐശ്വര്യം നിലനിർത്താൻ വേണ്ടി ഈ സമയം പൂജകൾ ചെയ്യുന്നതും അതുപോലെ ശത്രുസംഹാര പൂജകൾ ചെയ്യുന്നതും വളരെ നല്ലതാകുന്നു. ഈ സമയം അധ്വാനം ഏറിയിരിക്കും. എന്നാലും ധനപരമായി വളരെ ഉയർച്ച ഉള്ള ഒരു കാലഘട്ടമാണ്. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. മുൻകാലത്തെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. അതുപോലെ പുതിയ മിത്രങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഈ പ്രായത്തിലും. ഇവിടെ വിദ്യയുടെ മാഹാത്മ്യം കൊണ്ട് ധാരാളം ധനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. മനസമാധാനവും ഐശ്വര്യവും ലഭിക്കാം. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുന്നു. ബുദ്ധിയുടെ ഗതി നേരെയാകുന്നു. ഉത്തമമായ വാഹനങ്ങൾ ലഭിക്കുന്നതിന് ഈ പ്രായത്തിലും യോഗമുണ്ട്. വീട് നിർമ്മിക്കുവാനും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങി താമസിക്കുന്നതിന് യോഗം കാണുന്നു. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ദാനധർമാദികൾ നടത്തുവാനായിട്ട് സാധിക്കും. ചിലർക്ക് അപൂർവമായി ചില പ്രത്യേക പദവിയുള്ള, താൽക്കാലിക പദവിയുള്ള, അധികാരമുള്ള ജോലി ലഭിക്കുന്നതിന് അവർക്ക് സാധ്യതയുണ്ട്. 76 വയസ്സിന് മുകളിലോട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് കഴിവതും തർക്കങ്ങളിൽ നിന്ന് ഒഴിവായി സമാധാനപരമായി ജീവിക്കുകയായിരിക്കും നല്ലത്. ഇവിടെ നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. ധനത്തിന് ഒരു കുറവും വരുന്നില്ല. പക്ഷേ ചില തൽപര കക്ഷികളുമായി ചേർന്ന് ചതിയും വഞ്ചനയും അകപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ കുഴപ്പമില്ല. ചില നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. വാദപ്രതിവാദങ്ങൾക്ക് പങ്കാളിയാകരുത്. അതുപോലെ പന്തയങ്ങളിൽ നിങ്ങൾ മത്സരിക്കാനും പോകരുത്. സർക്കാരിൽ നിന്നും ആദരവ് ലഭിക്കാം. ഈ സമയം പുതിയതായി കേസുകൾ തുടങ്ങി വെക്കരുത്, അത് നല്ലതല്ല, പരാജയം വരാം. എന്നാൽ ഏതെങ്കിലും കേസുകൾ നിലവിലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ്. ഇവിടെ പ്രവചിക്കപ്പെട്ടതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദിത്യ ഗുരുയോഗം നടത്തുന്നതിനാല് വലിയ കോഴ്സുകൾ പഠിച്ച ആൾക്കാർക്ക് പോലും ചെറിയ ചില കോഴ്സുകൾ 3 മാസമോ 6 മാസമോ ഉള്ള ചില
ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിക്കുന്നത് കൊണ്ട് വളരെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ തുടക്കം കുറിക്കാൻ സാധിക്കുന്നു. നേതൃത്വ പാഠമായത് രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ, പൊതുപ്രവർത്തനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും തുടക്കം കുറിക്കാൻ നല്ല സമയമാണ്. അതുപോലെ ബുദ്ധിശക്തിയെ ആഗ്രഹവുമായി യോജിക്കുന്ന ഒരു യോഗം നടക്കുന്നതിനാല് നിങ്ങൾക്ക് എന്താകണം അല്ലെങ്കിൽ ഏതായി തീരണം എന്നുള്ള മനസ്സിന്റെ അഭിലാഷം നിങ്ങളത് ബുദ്ധിയുമായിട്ട് യോജിച്ച് അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട സമയമാണ്. ചില വ്യക്തികളെ മാന്യന്മാരായ വലിയ നേതാക്കന്മാരായി മാറ്റുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ, അതായത് ആശയക്കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദൈവമുണ്ടോ, മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടാകാം. ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് സാധ്യതയുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ മിഥ്യാധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. അതായത് പരസ്പരം വിശ്വാസമില്ലായ്മ വരാം. അത് ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും ശരി, എന്തിലായിരുന്നാലും ശരി, പരസ്പരം വിശ്വാസമില്ലായ്മ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഒരിക്കലും നടക്കാത്ത, യുക്തിപൂർവ്വം ചിന്തിച്ചാൽ 1% പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നതായിട്ട് കാണാം. വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകലുന്നതായിട്ട് കാണാം. ദേവാലയങ്ങൾ കൊള്ള അടിക്കപ്പെടുന്നതിനും നശിക്കപ്പെടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ ചില കപട ആചാര്യന്മാർ മതഗ്രന്ഥങ്ങളെ മോശമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനാല് അവർക്ക് ഭക്തജനങ്ങൾക്ക് ഇടയിൽ ഒരു കൺഫ്യൂഷൻ, അതായത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഏതായിരുന്നാലും ഭക്തജനങ്ങൾക്ക് ഒരു നല്ല കാലഘട്ടമല്ല എന്നേ പറയാൻ പറ്റൂ. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ പൂജപരമായോ ജ്യോതിഷപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ നടക്കുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.